പൈശാചിക കൂട്ടായ്മകളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യുവാവിൻ്റെ അനുഭവം കേൾക്കുക. ഒരു കത്തോലിക്ക കുടുംബത്തിൽ പിറക്കുകയും ആ വിശ്വാസത്തിൽ വളരുകയും പിന്നീട് പല കൾട്ടുകളിലും പൈശാചിക കൂട്ടായ്മകളിലും അകപ്പെടുകയും ഒടുക്കം കുടുംബം വരെ തകർന്ന അവസ്ഥ വരെ എത്തുകയും എന്നാൽ അവയിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയും ചെയ്ത എറണാകുളം സ്വദേശിയായ മോട്ടി ജോർജ് എന്ന യുവാവിൻ്റെ അനുഭവം കേട്ടാലും. ഞാൻ കാത്തലിക്കായിട്ട് ജനിച്ചിട്ട് പല ചർച്ചസിലൂടെ, അതുപോലെ പെന്റക്കോസ്റ്റൽ ചർച്ചസിലൂടെയും ഇൻഡിപെൻഡൻറ്റ് ചർച്ചസിലൂടെയും പിന്നെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രീം കാൾട്ടിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെയും അനേക വർഷങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പലതും ഇപ്പോൾ കാണുന്ന പല സ്പിരിച്വൽ ഓർഗനൈസേഷൻസും പല ആൾക്കാരും സ്കാമാണ്, പല വ്യക്തികളും ഇതിൽ ഫേക്കാണ്, കോൺമെൻ്റാണ്, പ്രിറ്റൻഡേഴ്സ് ആണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ്. അപ്പോൾ അതിൽ നിന്നിപ്പോൾ പലരും അനുഭവങ്ങൾ ഉൾക്കൊണ്ട് പല കാര്യങ്ങളും മനുഷ്യർക്ക് ഓപ്പണായിട്ട് പറയുന്നുണ്ട്, മീഡിയകളിലൂടെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടൊക്കെയും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ വന്ന പലരും ഷെയർ ചെയ്യും, പല മീഡിയകളും I2A എസ്പെഷ്യലി എക്സ്പോസ് ചെയ്തതാണ് അന്യഭാഷയെന്ന് ചില ഗ്രൂപ്പുകൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന ഈ അന്യായ ഭാഷയും അലവലാതി ഭാഷ എന്നൊക്കെ പറയുന്ന ഈ സംഭവം. സത്യത്തിൽ ദൈവവചന പ്രകാരം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്യഭാഷ പറയുന്നുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ സഭകളിൽ അന്യഭാഷ എന്നൊരു സത്യമാണെന്നുള്ളതും നിലനിൽക്കുമ്പോൾ തന്നെ ഇവർ ഈ പറയുന്ന അന്യഭാഷ ദൈവത്തിൽ നിന്നുള്ളതോ ആണെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അന്യഭാഷ പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണെങ്കിൽ ഇതിനടുക്കും ചിട്ടയും അതുപോലെ സുബോധമുള്ളതായിരിക്കും, അതിനൊരു ശക്തിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഈ പറയുന്ന അന്യഭാഷ എന്ന് പറഞ്ഞത് പ്രത്യേക മാനസികാവസ്ഥയിൽ എത്തിയിട്ട് എന്തോ പറയുന്ന ജൽപ്പനങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വചനം പറയുന്നത് അന്യഭാഷ പറയുമ്പോൾ ഇൻ്റർപ്രറ്റർ ഇല്ലാതെ അത് പറയരുത് എന്നുള്ളതാണ്. പക്ഷേ ഇവർക്കത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവർ വചനത്തെ ഫോളോ ചെയ്യുന്നു പറയുകയും ഇവർ ഹിപ്പോക്രൈറ്റ്സ് ആണ്. ഇവർ ദൈവവചനത്തെ ഫോളോ ചെയ്യുന്നില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, പുറത്തുനിന്ന് ഒരു വ്യക്തി വന്നാൽ നിങ്ങളിത് പബ്ലിക്കിൽ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ലയോ? പക്ഷേ അതും ഇവർക്ക് പ്രശ്നമല്ല. കാരണം ഇവർക്ക് ഈ വചനത്തെയും യേശുവിനെയും ഒക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെയൊക്കെയും അപമാനിക്കാനും അപഹാസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇത് കിട്ടുന്നത്, ഈ കാര്യം ഇവർ പറയുന്ന അന്യഭാഷ ലഭിക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ളതാണ്. അത് പല ഗോത്ര വർഗ്ഗക്കാരുടെയോ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഗോത്രങ്ങളുടെയൊക്കെ ആചാരങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്കിത് എവിടെ നിന്നാണ് ഇവരടുത്ത് അഡോപ്റ്റ് ചെയ്തെന്നുള്ളത്. കാരണം ഇതൊന്നും ക്രിസ്ത്യൻ പ്രാക്ടീസസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. യേശുവോ ശിഷ്യന്മാരും ഇങ്ങനെയൊക്കെ ചെയ്തതായിട്ട് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ പോയിട്ടുണ്ട് പണ്ടൊക്കെ കാത്തിരിപ്പ് യോഗം എന്ന് പറയും. അതിന് പോയിട്ട് അമിതമായ ശബ്ദത്തിൽ കുറേ നേരം കൈയടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്തിട്ട് പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ എത്തിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ദൈവാനുഗ്രഹിച്ച് എനിക്ക് ലഭിച്ചിട്ടില്ല, അത് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഭാഗ്യം. അങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് ഈ സംഭവം. എന്നിട്ടാണ് ഇവർ ഇതിനെയും കൊണ്ട് നടക്കുന്നത്. ദൈവവചനപ്രകാരം ഇതിനെ ഉപയോഗിക്കാനും ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് ഇവിടെ നിന്നാണെന്നുള്ളതാണ് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിനെ മനുഷ്യർ സൂക്ഷിക്കുക. ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ നല്ലത്. പക്ഷേ ഇവർ ഈ പറയുന്ന രീതിയിലൂടെ ഒന്നുമല്ല ഇത് ലഭിക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഇന്നിപ്പോൾ പലയിടത്തും നമ്മൾ കാണുന്ന പ്രവചനങ്ങൾ, വായി തോന്നിയതെല്ലാം പ്രവചിക്കുക എന്നുള്ളത്. ടയറെന്നും കയറെന്നും ഒക്കെ പറഞ്ഞ് പ്രവചിക്കുന്നത് നാം ഇപ്പോൾ പലതും കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ പ്രവചനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ യുവന്മാരുടെ സ്റ്റേജ് ഷോയിൽ കാണാൻ കഴിയുന്നത്, യുവന്മാർക്ക് പ്രവചനം വന്നെന്നുണ്ടെങ്കിൽ ഈ അന്യായ ഭാഷ കുറേ നേരം കാച്ചണം, എങ്കിൽ മാത്രമേ യുവന്മാർക്ക് ഓർത്തെടുത്തിട്ട് ഈ പ്രവചനം പറയാൻ കഴിയുകയുള്ളൂ. ഇത് ദൈവവചനത്തിൽ കാണുന്ന പ്രവചനമായിട്ട്, അല്ലെങ്കിൽ ഏലിയ പ്രവാചകനോ അല്ലെങ്കിൽ പുതിയ നിയമ പ്രവാചകന്മാർ സഭയിലുണ്ടെന്ന് പറയുന്ന ആ പ്രവാചകന്മാർ പറയുന്ന രീതിയൊന്നും ഇതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കൂടുതലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ദൈവികമായതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ പ്രവചനമൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരേ കാര്യം ചിന്തിച്ചാൽ മതി. യുവന്മാർ പറയുന്ന ഈ അന്യഭാഷ അല്ലെങ്കിൽ അന്യായ ഭാഷ അല്ലെങ്കിൽ ഈ അലവലാതി ഭാഷ ശരിയല്ലെങ്കിൽ പിന്നെ യുവന്മാർ പറയുന്ന പ്രവചനം എങ്ങനെയാണ് ശരിയാകുന്നത്?
പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ 9 വരങ്ങളുമുണ്ട്, 9 ഫലങ്ങളുമുണ്ട്. 9 വരങ്ങളിൽ ഒന്ന് മാത്രമാണ് അന്യഭാഷ, അതിൽ മറ്റൊന്ന് മാത്രമാണ് പ്രവചനം, വീര്യപ്രവൃത്തി, രോഗശാന്തി. പക്ഷേ ഈ രോഗശാന്തിയോ വീര്യപ്രവൃത്തികളോ ഒക്കെ ഇവർ പറയുന്നതല്ലാതെ ഇവരുടെ ഗ്രൂപ്പിലൊന്നും ഒന്നുമില്ല. പലതും ഫേക്കാണ്, പലതും ആ സമയത്ത് കയറി എന്തൊക്കെയോ പറയുന്നതല്ലാതെ അതിൻ്റെ ക്രെഡൻഷ്യൽസ് നമ്മൾ വീണ്ടും പരിശോധിക്കുകയാണെങ്കിൽ പലതും അതിൻ്റെതായ ഒരു പ്രൂഫുകളും തന്നെ ഇല്ല. അപ്പം അതുകൊണ്ട് ഇവർ ഈ പറയുന്ന പരിപാടികൾ സത്യമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്മാവിൻ്റെ വരങ്ങളെക്കാൾ ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നത് ഫലങ്ങളിലൂടെയാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെ 9 ഫലങ്ങളുണ്ട്. 9 ഫലങ്ങളിൽ പലതും ഇവന്മാരിൽ ആരിലും തന്നെ ഒന്നുപോലുമില്ല. അപ്പോൾ ഇവന്മാർ പറയുന്ന വരങ്ങൾ എവിടെ നിന്നാണെന്ന് നാം ചിന്തിക്കണം. അതൊരു പോയിന്റാണ്. മൂന്നാമത് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റാണ് ആരാധന അല്ലെങ്കിൽ ആരാധനക്രമം. ഇവരിൽ പല ഗ്രൂപ്പുകൾക്കും ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇവർ അതിനെ ന്യായീകരിക്കുന്നത് വചനത്തെയൊക്കെ മിസ്കൗട്ട് ചെയ്തിട്ടാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും കൂടെയൊക്കെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരുണ്ടാക്കുന്നത് ഭയങ്കര ബഹളങ്ങളാണ്, ഒച്ചകളാണ്. ചില ഗ്രൂപ്പുകൾക്ക് ഈ കൈയടിക്കണതാണ് ആരാധന. കൈയടിച്ച് ഭയങ്കര ശബ്ദത്തിൽ, ചിലപ്പോൾ പാട്ടെന്താണെന്ന് പോലും മനസ്സിലാകത്തില്ല. പിന്നെ ഈ സ്ത്രീകൾ അവിടെ കിടന്ന് ഗുസ്തിയും മറിച്ചിലും എല്ലാം ഉണ്ട്. പുരുഷന്മാരും ഉണ്ട് ഇതിൽ, പക്ഷെ പ്രധാനമായിട്ടും ലേഡീസാണ് ഇതിനൊക്കെ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അവിടെ കിടന്ന് ഗുസ്തിയും കാര്യങ്ങളൊക്കെയാണ്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ആരാധനക്രമം ദൈവവചനമാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ബൈബിളെടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. യേശുവോ ശിഷ്യന്മാരോ ഇങ്ങനെയുള്ള ആരാധനക്രമം പിൻപറ്റിയിരുന്നോ എന്ന്. ഈ പറഞ്ഞ കയ്യടിയും ബഹളമൊക്കെ ദൈവവചനം ആരാധിക്കുമ്പോൾ കൈയടിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ആരാധിക്കുമ്പോൾ ഡാൻസ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ക്രമവും ചിട്ടവും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെയൊക്കെ നല്ലതാണ്. പക്ഷേ നമുക്ക് ഈ ആരാധനക്രമം ക്രിസ്തീയമാണോ അതോ ദൈവത്തിൽ നിന്നുള്ളതോ ആണെന്ന് നോക്കിയാൽ എങ്ങൊന്നും കാണാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ക്രൈസ്തവർ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് തന്നെ യഹൂദന്മാരുടെ പഴയ നിയമത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ പഴയ നിയമം ആരാധനക്രമം പിന്തുടരുന്ന യഹൂദന്മാർക്ക് ഇങ്ങനെയുള്ള ഒരു ആരാധനക്രമം ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ബഹളം ഉണ്ടാക്കുന്ന അവരുടെ ഈ സിനഗോഗുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പാട്ട് പാടുന്നുണ്ട്, അവർ ഹോളി സ്ക്രിപ്റ്റേഴ്സ് വായിക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരൊക്കെ വളരെ ഡീസൻ്റായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർലി ആയിട്ട് ചെയ്യുന്നതും പല ക്രിസ്തീയ സഭകളും ഓർഡർലി ആയിട്ട് ചെയ്യുന്നത് ചില ഗ്രൂപ്പുകൾ, ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ അതിനെ ഒരുതരം അപശബ്ദങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഈ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ചില ഗ്രൂപ്പുകൾക്ക് ശോകഗാനം പാടുമ്പോൾ വരെ ഇവർക്ക് കൈയടിച്ച് ബഹളം ഉണ്ടാക്കി പ്രത്യേകതരം സംഭവങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ, അഥവാ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ്, ഈ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ് എവിടെ നിന്നുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ബൈബിളിൽ നിന്നുണ്ടായതായിട്ട് കാണാൻ കഴിയുന്നില്ല. കാരണം യേശുവോ ശിഷ്യന്മാരോ ആദ്യകാല വിശ്വാസികളോ ഒന്നും ഇത് ഫോളോ ചെയ്തിരുന്നില്ല. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ UK എന്നൊക്കെ ചിലർ ക്വൈക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞവർ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടവരും അവരൊക്കെ ഈ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസിലും ഫിസിക്കൽ എക്സ്പീരിയൻസസിലൊക്കെ ഓവറായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തേച്ചവരാണ്. ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിന് ഓവറായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് കുറേ ദൈവവചനം മനസ്സിലാക്കിയവരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞതും അതിൽ നിന്ന് ഫോളോ ചെയ്തവരൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന വെള്ളയും വെള്ളം എടുത്തു നടക്കുന്ന പല പാസ്റ്റർമാരും ഉപദേശിമാരെന്നൊക്കെ പറയുന്നവർ. അവർക്കൊക്കെ പലപ്പോഴും ഞാൻ പറയുന്നില്ല ആദ്യമേ അവർക്ക് ലഭിച്ചത് തെറ്റായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾക്ക് ആദ്യമേ ലഭിച്ചത് കൊണ്ട് തന്നെ ഹേർഡ് മെൻറ്റാലിറ്റിയോടുകൂടി പോകുന്നവരാണ്. തങ്ങൾക്ക് ലഭിച്ച അല്പം വെളിച്ചത്തിൽ നിന്ന് ദൈവവചനത്തിലേക്ക് തിരിഞ്ഞിട്ട് അതിലെന്താണ് എഴുതിയിരിക്കുന്നത് ചിന്തിക്കാൻ ഇപ്പോഴും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവർ 100-150 വർഷമായും തോന്നുന്നു കേരളത്തിൽ ഈ പറഞ്ഞ റിവൈവൽ വന്നു എന്നും പരിശുദ്ധാത്മാവ് വന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ദൈവവചന പ്രകാരം ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? യേശുവിനെ കൃത്യമായി പഠിപ്പിച്ചാൽ നമുക്കറിയാം ജീസസ് വാസ് നോട്ട് വൈറ്റ്. യേശു സായിപ്പൊന്നുമല്ല. യേശു ഒരു ഏഷ്യനാണ്. മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ ജനിച്ച് അവിടെ നിന്ന് വന്ന ഒരു ഏഷ്യൻ ഹ്യൂമനാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലാണ്. അപ്പം അവിടെ നിന്ന് നമ്മൾ ഈ സായിപ്പന്മാർ കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങൾ എല്ലാം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും നല്ലത്.
പക്ഷെ നാം ഇത് അതിൻ്റെ പുറകെ തന്നെ ഈ ഹെർഡ് മെൻറ്റാലിറ്റിയോടെ പോയി ഈ അബദ്ധങ്ങൾ, അവർ ചെയ്ത എല്ലാ അബദ്ധങ്ങളും നമ്മളും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഇതാണ് സത്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആരാധനക്രമത്തെക്കുറിച്ച് പിന്നെ നാം ചിന്തിക്കേണ്ടതുണ്ട്. ആരാധന എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ അപശബ്ദങ്ങളിൽ നിന്നും ഈ പിന്നെ എന്താണ് സ്റ്റേജ് ആക്ടിങ്ങിൽ നിന്നൊക്കെ നമ്മൾ പിന്നെ വളരെയധികം ഒരു ചേഞ്ച് വരുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 4th പോയിൻ്റാണ് ഈ പറഞ്ഞ ഡിസ്പ്ലേ ഓഫ് സ്പിരിച്വാലിറ്റി ഇൻ ഫിസിക്കൽ അപ്പിയറൻസ്. അതിനെക്കുറിച്ച് നമുക്ക് ബൈബിളിലേക്ക് തിരിയുമ്പോൾ കാണുന്നത് യേശു പറയുന്നതിൻ്റെ വാക്യങ്ങളാണ്. അതായത് വെള്ളയടിച്ച കുഴിമാടങ്ങൾ. ഇന്ന് പലരെയും കാണുമ്പോൾ നമുക്ക് ഈ വെള്ള ജുബ്ബയും വെള്ള ചുരിദാറും പോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് സ്റ്റേജിൽ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ആൾക്കാർ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വചനത്തിലേക്ക് തിരിയുമ്പോൾ കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ ആദ്യകാല വിശ്വാസികളോ പ്രത്യേകതര വേഷവിധാനങ്ങളോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. സാധാരണ സമൂഹത്തിൽ ബഹുമാന്യമായ രീതിയിൽ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു അതേപോലെ മാത്രമേ അവർ ഡ്രസ്സ് ചെയ്തതായിട്ടും അവരെ വ്യത്യസ്തമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞതായിട്ട് നമുക്കവിടെ ഏത് ഭാഗത്തിൽ നിന്നാണെന്ന് നമുക്കത് വ്യക്തമാണത്. പക്ഷേ ഇന്നത്തെ ഈ ഗ്രൂപ്പുകൾ ഈ പറഞ്ഞ ഡിസ്പ്ലേ ഓഫ് സ്പിരിച്വാലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അത് ദൈവത്തിനോട് തട്ടിച്ച് നോക്കുമ്പോൾ നമുക്കൊന്നേ കാണാൻ കഴിയുന്നുള്ളൂ. കിണ്ടികിണ്ടങ്ങളുടെ പുറം വെടിപ്പാക്കുന്നവർ, അതായത് തങ്ങൾ വലിയ ആത്മീയരാണെന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, പക്ഷേ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ എന്ന് നമുക്കൊന്നും അറിയത്തുമില്ല. അപ്പോൾ ഈ പുറമേയുള്ള ഡിസ്പ്ലേ കൊണ്ടാണ് ഇവർ പിന്നെ വലിയ ഭക്തന്മാരാണെന്നും വിശുദ്ധന്മാരാണെന്നൊക്കെ അങ്ങനെ പറയുന്നത്. ലാസ്റ്റ് ഇവരുടെ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് പറഞ്ഞിട്ട് ഫലം വരുമ്പോഴേക്കും ഇതിനോടൊന്നും മാച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ തന്നെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരു കാര്യം ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. ഈ ദൈവം ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം 3500 വർഷം അല്ലെങ്കിൽ 4000 വർഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇസ്രായേൽ ജനം വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോൾ അല്ലെങ്കിൽ കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ അതിന് കൊടുത്ത ശിക്ഷയാണ് അവർ ഉപയോഗിച്ച അവർക്ക് അന്ന് കൊടുത്ത സ്വർണത്തിൻ്റെ പിന്നെ എല്ലാ ആഭരണങ്ങളും അതെടുത്ത് ദൂരെ കളയുവാനായിട്ട് അന്ന് കൊടുത്ത ശിക്ഷയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാകും ആ ശിക്ഷയുടെ കാലാവധി പൂർത്തിയായപ്പോൾ അവരത് ഉപയോഗിക്കുകയും പിന്നെ ശലോമോൻ്റെ കാലഘട്ടമൊക്കെ വന്നപ്പോഴേക്കും ഇസ്രായേൽ സ്വർണത്തിന് വിലയില്ലാത്ത രീതിയിൽ അത്രയധികം സമൃദ്ധമായി തീർന്നു എന്നൊക്കെ നമുക്ക് പിന്നെ കാണുവാൻ കഴിയുന്നു. അതേപോലെ പിന്നെ കിരീടങ്ങളെക്കുറിച്ചും ആഭരണങ്ങളെക്കുറിച്ചും എല്ലാം ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ ഗ്രൂപ്പ് ആർക്കോ കൊടുത്ത പിന്നെ ശിക്ഷണം ഇന്നും പേറിക്കൊണ്ട് കിടക്കുന്ന ഒരു ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകളിലുണ്ട്. ഇവർ പറയുന്നത് ദൈവത്തിൻ്റെ പിന്നെ അല്ലെങ്കിൽ കൽപ്പനയാണെന്നും പറഞ്ഞിട്ടാണ് ഈ ശിക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. എന്ത് അബദ്ധമാണെന്നുള്ളത്, എത്ര അബോധാവസ്ഥയിലാണ് ഇവരെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി, അടുത്ത വീട്ടിലുള്ളവൻ കൊടുത്ത ശിക്ഷ എൻ്റെ മകൻ ഏറ്റെടുത്ത് കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ മൂത്ത കുട്ടി കൊടുത്ത ശിക്ഷ ഏറ്റവും ഇളയ ആൾ വർഷങ്ങളോളം കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? ആ സാമാന്യ ബോധം പോലും ഇല്ലാത്തവരാണെന്ന് ആത്മീയതയുടെ കുപ്പായവും അണിഞ്ഞ് നടക്കുന്നത്. ഇതുപോലെ പലതുണ്ട് കേട്ടോ. ഈ വെള്ള ധരിക്കുക, പിന്നെ മീശ പഠിക്കുക. ഞാൻ പറഞ്ഞ എക്സ്ട്രീം പിന്നെ കൾട്ട് ഗ്രൂപ്പിൽ പറഞ്ഞില്ലേ, അവിടുത്തെ ഈ പറഞ്ഞ കൾട്ട് ലീഡർ ഇയാളെന്നോട് മീശ പഠിക്കാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞത് ദൈവത്തില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുവേണ്ടി ഈ ലീഡറിൻ്റെ എല്ലാ ഫോളോവേഴ്സും കൂടി ആ ഗ്രൂപ്പിൽപ്പെട്ടത് നമ്മളെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ഈ പറഞ്ഞ പുറത്തുള്ള അത് ധരിക്കരുത്, വെള്ളം ധരിക്കണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ ദൈവവചനത്തിൽ നമുക്ക് ഫ്രീഡം തന്ന പലതിലും ഇവർ പിന്നെ കൺട്രോൾ കൊണ്ടുവരണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സിസ്റ്റംസ് ഇല്ലാതെ ഇവർക്ക് സാധാരണ മനുഷ്യൻ്റെ മേൽ കൺട്രോൾ ഉണ്ടാകത്തില്ല. ഇവന്മാർക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കുറേ നിയമങ്ങൾ ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കണം. അതെങ്ങനെ എടുത്തു നിങ്ങൾ നോക്കിക്കോ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പല റിലിജൻസും ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ പുറത്തൊക്കെ ഇതിലേക്ക് എക്സ്ട്രീം റിലിജൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അത് യേശുവിൻ്റെ ശിഷ്യന്മാരോ ദൈവവചനമോ ഒന്നും ഫോളോ ചെയ്തിരുന്നതല്ല. നമുക്ക് തന്ന പല സ്വാതന്ത്ര്യങ്ങളും ഇവന്മാർ ഇല്ലാണ്ടാക്കുകയാണ്. 5th പോയിന്റായിട്ട് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ടൈറ്റ്സും അതുപോലെ ദശാംശം സ്തോത്ര കാഴ്ച എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഫൈനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷനാണ്. ഇത് പലരും ഇതിനെക്കുറിച്ച് ഓൾറെഡി തന്നെ പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പഴയ നിയമത്തിലുള്ള ഒരു കൽപ്പനയാണെന്നും പിന്നീട് പുതിയ നിയമത്തിലേക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഈ പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് ഇത് ടൈത്ത് കൊടുക്കുന്നത് ആരാണെന്നതിനെക്കുറിച്ച് പലപ്പോഴും നാം വിട്ടുപോകുന്നത്. ഇത് കൊടുക്കേണ്ടത് ലിവൈറ്റ്സിനാണ്, അഥവാ ലേവ്യ
ഗോത്രത്തിൽപ്പെട്ടതാണ്. 12 ഗോത്രങ്ങളിൽ ഒന്നാണ് ലേവി ഗോത്രം. ഈ ബാക്കി 11 ഗോത്രങ്ങൾ ആണ് ഈ ഒരു ഗോത്രത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ ഗോത്രത്തിൽപ്പെട്ട പുരോഹിതന് മാത്രമുള്ളതൊന്നുമല്ല, മഹാപുരോഹിതന് മാത്രമുള്ളതുമല്ല. ഈ ഒരു ഗോത്രത്തിൽപ്പെട്ട സകലവർക്കും അതായത് ദേവാലയം മെയിൻറ്റെയിൻ ചെയ്യുവാനും ആത്മീയ കാര്യങ്ങളോട് ബന്ധപ്പെട്ട സകല കാര്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഈ ടൈറ്റ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതോ അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് മാത്രം എൻജോയ് ചെയ്യുവാനുള്ളതോ ആയ ഒരു കാര്യമല്ല. അപ്പോൾ തന്നെ വളരെ വ്യക്തമായൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിവർ പറയത്തില്ല. ആ പറയാത്ത കാര്യം ഞാൻ പറയാം. അതിൽ ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ലിവൈറ്റ്സിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവകാശം ഇല്ല. അതായത് ഈ 11 ഗോത്രങ്ങൾക്ക് വീട് വെക്കാനോ അവരുടേതായ സ്റ്റൈൽ ജീവിക്കുവാനോ ഭൗതികമായിട്ട് ഒരു റെസ്ട്രിക്ഷനും ദൈവം പറയുന്നില്ല 11 ഗോത്രങ്ങൾക്ക്. പക്ഷേ ഈ 11 ഗോത്രങ്ങളിൽ നിന്ന് ടൈത്ത് മേടിക്കുന്ന ലിവൈറ്റ്സിന് അവർ മേടിക്കുന്ന പോലെയുള്ള ഭവനങ്ങൾ വെക്കുവാനോ അല്ലെങ്കിൽ പിന്നെ പ്രോപ്പർട്ടീസ് വാങ്ങിച്ചു കൂട്ടുവാനോ അധികാരമില്ല. അവരുടെ അവകാശം യഹോവയാണെന്ന് വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവർക്ക് വേണ്ട ഭവനങ്ങളും പിന്നെ അവർക്ക് ആവശ്യമായ മോഡറേറ്റ് ആയിട്ടുള്ള ഭവനങ്ങളും അതുപോലെ തന്നെ അവർക്ക് ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള കാറ്റിൽസിനുള്ള സ്ഥലങ്ങളും ഒക്കെ ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട് ആവശ്യാനുസരണം. പക്ഷെ അമിതമായിട്ടല്ല. ഇപ്പോൾ നാം കാണുന്നത് ഈ 11 ഗോത്രങ്ങളും ദരിദ്രന്മാരും ഈ പറഞ്ഞ ഈ ഒരു ഗോത്രം അഥവാ ലിവൈറ്റ്സ് എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പൗരോഹിത്യ സ്ഥാനത്തിൽ അല്ലെങ്കിൽ വെള്ളയും പിടിച്ചുകൂടി നടക്കുന്ന ആൾക്കാർ മാത്രം അവർക്ക് എന്ത് അവകാശവും മേടിക്കാൻ കഴിയുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നു. ഈ പഴയ നിയമത്തോട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പോലും പുതിയ നിയമത്തിൽ വന്നാൽ അതിനേക്കാൾ റെസ്ട്രിക്ഷനാണ് യേശു പറയുന്നത്. കാരണം 2 നിങ്ങൾക്കുണ്ടെങ്കിൽ 1 നിങ്ങൾ കൊടുക്കുക മറ്റുള്ളവർക്ക്. ഇതിൽ പലരും നമ്മൾ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഉണ്ടെങ്കിൽ 3-ാമത്തത് മേടിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ 2 ഉണ്ടെങ്കിൽ നമ്മൾ ആരും ഒന്നും കൊടുക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നവരോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പൈസ എടുക്കേണ്ട ആവശ്യമില്ല, വാലറ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിന്നെ ഇന്നത്തെ പലരും ഇതിൽ എക്സെപ്ഷനുണ്ട്, ഞാൻ ഓഫ് കോഴ്സ് ഡിസ്ക്ലെയിമേഴ്സ് എപ്പോഴും ഉണ്ട്. പക്ഷെ അനേകരും ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇതിന് പോകുന്നത്. പണം കളക്ട് ചെയ്യാനും പിരിച്ചുകൊണ്ട് വരാനും വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വൈരുദ്ധ്യത മനസ്സിലാക്കണം. അതേപോലെ തന്നെ പിന്നെ ഈ പുതിയ നിയമത്തിൽ ഇത് കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നില്ല ആരും കൊടുക്കണ്ട എന്നുള്ളത്. കാരണം കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് ദൈവവചനം എഴുതപ്പെട്ടിരിക്കുന്നു. കൊടുക്കുന്നവരാരും ലജിച്ചു പോയതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല ഇതുവരെ. പിന്നെ കൊടുത്ത പലരും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് ദേ ഹാഡ് പ്രോബ്ലംസ്, ബട്ട് സ്റ്റിൽ അതിനുശേഷം അതൊക്കെ അവർ ഓവർകം ചെയ്ത് പലതിലൊക്കെ അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ചുറ്റുപാടും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്നുണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും സമൂഹത്തിനും ജനത്തിനുമൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻസ്. 6th പോയിന്റായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് മിസ്കോട്ടിങ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ് ആണ്. അഥവാ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് സൈറ്റൻ കോട്ടിങ് ദ സ്ക്രിപ്റ്റേഴ്സ് എന്നുള്ളത്. അതായത് പിശാച് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ദൈവവചനവുമായിട്ട് പറയുന്നതോ ഒന്നും എല്ലാം ദൈവത്തിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ ദൈവികമോ അല്ല. ഇതിൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇതിൽ കൂടുതലും പൈശാചികവും പിശാചിൽ നിന്നുള്ളവരൊക്കെയാണ്. പലരും ഇവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്ത പല പോയിന്റ്സിലും ഫൈനാൻഷ്യൽ ഗെയിൻസിന് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ സ്ക്രിപ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ പ്രിഫേസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സോ അല്ലെങ്കിൽ പിന്നെ സഫൈസ് ആയിട്ടുള്ള വേഴ്സസോ ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ ഇവരിതിനെ മിസ്യൂസ് ചെയ്യും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, യേശു പിശാച് വന്ന് സാക്ഷാൽ വചനമായവൻ്റെ അടുത്ത് വരട്ട് വരെ ഈ സ്ക്രിപ്റ്റേഴ്സ് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. പിന്നെ നമ്മളൊക്കെ എന്താ ഉള്ളത്? അപ്പോൾ ഇതിൻ്റെ കൺഫ്രണ്ടിങ് ആയിട്ടുള്ള വേഴ്സസ് അറിയാൻ പാടില്ലെങ്കിൽ ഇവൻ നമ്മളെ തകർത്ത് കളയും. അന്ന് യേശു ചെയ്തിരുന്നെങ്കിൽ പിന്നെ നമുക്കിന്ന് രക്ഷയുണ്ടാകുമായിരുന്നു? ഇല്ല. സോ അപ്പോൾ നാം വിചാരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവവചനത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ചാടിക്കയറി ഒന്നും ചെയ്യാതിരിക്കുന്നത്. യേശു അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, കോണ്ടെക്സ്റ്റ് എന്താണ്, എപ്പോഴാണ് ഞാനത് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാനത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം ഇതിനെ കൈകാര്യം ചെയ്യുവാൻ. ഞാനൊരു എക്സാമ്പിൾ തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യേശു പറഞ്ഞൊരു വാക്യമാണ്, പിന്നെ നിങ്ങളുടെ കണ്ണുകൾ പാപം ചെയ്യുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളയുക, നിങ്ങളുടെ കൈകൾ പാപം ചെയ്യുന്നെങ്കിൽ അതിനെ വെട്ടിക്കളയുക.
അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകളാണ് പിന്നെ പാപം ചെയ്യുന്നെങ്കിൽ അതിനെ വെട്ടി നിൽക്കുക, അങ്ങനെ ഒരു വചനം നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് ആ വചനം പ്രകാരം സത്യത്തിൽ യുവന്മാരോ അല്ലെങ്കിൽ ഈ പറയുന്ന മിസ്കോട്ട് ചെയ്യുന്ന ആൾക്കാർ, ഈ പറയുന്ന അതിവിശുദ്ധി പറയുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ ഇന്ന് കണ്ണുണ്ടാവും, ആർക്കൊക്കെ കൈ ഉണ്ടാവും, ആർക്ക് ജീവനുണ്ടാകും? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഈ പറഞ്ഞ വചനം ഫോളോ ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളിൽ ഒരു മനുഷ്യൻ പോലും ശേഷിച്ചിരിക്കില്ല. അപ്പോൾ അത് എവിടെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നാം മനസ്സിലാക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. 7th ആൻഡ് ഫൈനൽ പോയിന്റായിട്ട് ഞാൻ പറയുന്നത് പ്രോക്സി ഗോഡ്സ് എന്നുള്ളതാണ്, അഥവാ ദൈവത്തിൻ്റെ പകരക്കാരൻ. കാത്തലിക് ചർച്ചിൽ വെച്ച് ഞാൻ വിചാരിച്ചത് വിഗ്രഹാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി വണങ്ങുന്നതോ പ്രാർത്ഥിക്കുന്നതോ എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഈ ഗ്രൂപ്പിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ നമുക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ കസേരയിൽ കയറി ഇരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന കുറേ പേരുണ്ടെന്ന്. ഈ വെള്ള ധരിച്ച് പാസ്റ്ററെന്നോ അപ്പോസ്റ്റലെന്നൊക്കെ പേരും വെച്ച് ടൈറ്റിൽ സ്വന്തമായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ അഥവാ ദൈവത്തിൻ്റെ പൊസിഷനിൽ കയറിയിരുന്ന് മനുഷ്യരെ ഭരിക്കാനും ഒക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ വലയത്തിൽ പോയി ചാടാതിരിക്കണമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ കർത്താവ് വ്യക്തമായിട്ട് നമുക്ക് വാർണിംഗ് തന്നിട്ടുണ്ട്, ഇവർ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണെന്ന്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആടാണെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ് ചെന്നാലും അവൻ കടിച്ചു തിന്നും. അപ്പോൾ അതുകൊണ്ട് നാം ഹേർഡ് മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കരുത്. ഇപ്പം നാം ഹേർഡ് മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ കുറേ ആട്ടിൻകൂട്ടം പോകണമെങ്കിൽ ആ മുമ്പിലത്തെ ആട് പോയി ഒരു കുഴി ചാട്ടണമെങ്കിൽ അതിൻ്റെ എല്ലാവരും പോയി ആ കുഴി ചാടും. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയോടെ പോയി കഴിഞ്ഞാൽ നമ്മളും ഇവർ കൊണ്ടുപോകുന്ന കുഴിയിലേക്ക് നമ്മളും ചാടും. അതുകൊണ്ട് നാം വളരെ സൂക്ഷിച്ചിരിക്കുക. പിന്നെ മനുഷ്യരെക്കുറിച്ചും ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പുകളിലൊക്കെ പോകുമ്പോൾ ഇവരെല്ലാവരും ആകാശത്തു നിന്ന് പൊട്ടി വീണ ദൂതന്മാരാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ദൈവവചനത്തിന് അത് നമുക്ക് ദൈവവചനം അറിയാഞ്ഞതുകൊണ്ടാണ്. വ്യക്തമായിട്ട് യേശു തന്നെ പറഞ്ഞിരിക്കുന്നു, പിന്നെ വിതയ്ക്കാൻ പുറപ്പെട്ടതിന് ശേഷം ദുഷ്ടൻ കൊണ്ടുവന്ന് പല കളകളും വിതച്ചു. കള വിതയ്ക്കുന്നത് നല്ല വിത്തുകളെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ വിത്തുകൾ കള ഉണ്ടെന്നറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞ ചതിയിലൊക്കെ വീണ് നമ്മൾ നശിക്കുവാനിടയായിത്തീരും. അപ്പം അതുകൊണ്ട് കളകൾ ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ എത്ര തരം മനുഷ്യർ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു ഒരു അപ്രോക്സിമേറ്റായിട്ടുള്ള ഒരു ഗ്രാഹ്യമെങ്കിലും നമുക്ക് വേണം. നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഈ പുറത്തുള്ള സൊസൈറ്റിയേക്കാൾ കൂടുതൽ ഡാർക്ക് പേഴ്സണാലിറ്റി ഉള്ള സ്ഥലമാണ് ഈ പറഞ്ഞ ചർച്ചസ് എന്ന് പറയുന്ന സ്ഥലങ്ങളും പിന്നെ സ്പിരിച്വൽ ഓർഗനൈസേഷൻസൊക്കെ. ഇതിലൊക്കെ പലതരത്തിലുള്ള ഡാർക്ക് പേഴ്സണാലിറ്റീസും ഉണ്ട്. അതായത് നാർസിസിസ്റ്റുകളുണ്ട്, സോഷ്യോപാത്സ് ഉണ്ട്, സൈക്കോപാത്സ് ഉണ്ട്, ഡാർക്ക് ട്രൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല പേഴ്സണാലിറ്റിയിൽപ്പെട്ട ഡാർക്കായിട്ടുള്ള പല ആൾക്കാരും ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ തലപ്പത്തും ഇതിൻ്റെ പല മേഖലകളിലുമുണ്ട് എന്നുള്ളത് നാം എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്നുള്ളത് മാത്രമല്ല, ഈ ഡാർക്ക് പേഴ്സണാലിറ്റിയും ഈവൽസും അല്ലാതെ പല മെൻ്റൽ ഡിസോർഡർ ഉള്ളവരും ഇതിൽ വന്ന് കയറുന്നുണ്ട്. അതായത് OCD ഉള്ളവർ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, പിന്നെ സ്കെസോഫ്രേണിയ എന്നൊക്കെ പറയുന്ന ഡിസീസ്, അതേപോലെ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബൈപ്പോളാർ ഡിസോർഡർ, ഇങ്ങനെ പല മെൻ്റൽ ഡിസോർഡറുകളുള്ളവരും ഇതിലൊക്കെ വന്നു കയറി പല പ്രവാചകനാണെന്നും അപ്പോസ്തലനാണെന്നൊക്കെ പറഞ്ഞ് പല വിഷൻസും ഒക്കെ പറയുന്നുണ്ട്. വിഷൻസും പല അവരുടെ പ്രവചനങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ആക്ച്വലി നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ദൈവന്മാരുടെ ഹാലൂസിനേഷൻസ് ആണ്, ഡെല്യൂഷൻസ് ആണ്. സത്യത്തിൽ ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിൻ്റെതാണെങ്കിൽ ഇവരുടെ പ്രവൃത്തിയും ഇതിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി സംഭവിക്കുകയും അത് പ്രോപ്പറായിട്ട് ദ ഹോളി സ്ക്രിപ്റ്റേഴ്സായിട്ട് അലൈൻഡുമായിരിക്കും. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു കാരണമാണ്. ഇത് 100% ഇത് ഇവരുടെ പല മൈൻഡ് പ്രോബ്ലംസിൽ നിന്നും അഥവാ ഇവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡറുകളിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന സംഭവങ്ങളാണ്, അല്ലെങ്കിൽ ഹാലൂസിനേഷൻസ് ആണ്, അല്ലെങ്കിൽ ഡെല്യൂഷൻസ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നാം ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ പ്രോക്സി ഗോഡ്സിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അപ്പം ഞാൻ പറയുന്നത് ഞാൻ ചെയ്തതുപോലെ തന്നെ ബാക്ക് ഓഫ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പല കാര്യങ്ങളിൽ നിന്നും, ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന്, തെറ്റായ വ്യക്തികളിൽ നിന്ന്, തെറ്റായ ഉപദേശങ്ങളിൽ നിന്ന്, അതുപോലെ തെറ്റായ ഗ്രൂപ്പുകളിൽ നിന്ന് ഐ ഓൾവേസ് സേ ബാക്ക് ഓഫ്. ബട്ട് നെവർ എവർ ബാക്ക് ഓഫ് ഫ്രം ക്രൈസ്റ്റ്, നെവർ എവർ ബാക്ക് ഓഫ് ഫ്രം ജീസസ്. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.